ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പടക്കുതിരയാണ്. KTM ഒരു പടക്കുതിര എന്ന് തന്നെ പറയാം. അഡ്വഞ്ചർ 250. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടി തരുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു വണ്ടിയാണിത്. ഓഫ് റോഡിങ്ങും ടൂറിങ്ങും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2019 അവർ അഡ്വഞ്ചർ 390 ഇന്ത്യയിൽ ഇറക്കിയപ്പോൾ ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ, സെൻസേഴ്സ് വർക്കിംഗ്, അതിൻ്റെയൊക്കെ ഓരോ കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവർ ശരിയാക്കി. മെയിനായിട്ട് KTM ഫോക്കസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ റാലി ബൈക്സിലാണ്. അങ്ങനെയാണ് അവർ ഓരോ വണ്ടി ഡിസൈൻ ചെയ്യുക. അതേ ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ഈ വണ്ടി അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ ഡിസൈനിങ്ങിൽ മാത്രമല്ല, അവരുടെ പെർഫോമൻസ്, വണ്ടിയുടെ പവർ, കംഫർട്ട്നെസ്, ക്വാളിറ്റി, ഇതൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ള നല്ല വണ്ടികളാണ് ഇന്ത്യൻ മാർക്കറ്റിലല്ല ഇവിടെയും പൊതുവെ അവർ എത്തിക്കാറ്. പിന്നെ ഇവരുടെ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GS 310, പിന്നെ ഹിമാലയൻ, ഇതൊക്കെയാണ് ഇവനെ കോമ്പറ്റേറ്റ് ചെയ്യാൻ വരുന്നത്. ഈ വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 3 lakh പ്ലസ് ആണ്. ഏകദേശം ഷോറൂം പ്രൈസ് വരുന്നത് 2,50,000 രൂപയുടെ അടുത്താണ് ഷോറൂം പ്രൈസ് വരുന്നത്. അതിൽ നിന്ന് 390 cc-നെക്കാട്ടും 56,000 കുറവ് ഈ വണ്ടിക്ക്. അത്യാവശ്യം ലുക്കൊക്കെ 390 പോലെ ആയാലും ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമായിട്ടുണ്ട്. പവറിലായാലും വേറെ എന്തിലായാലും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഓരോരോ കാര്യങ്ങൾ നോക്കാം. ഡിസൈനും കാര്യങ്ങളും പെർഫോമൻസൊക്കെ പറയാം. അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 390 വരുന്നത് LED ലൈറ്റ്സും പിന്നെ ഒരു ഹാലോജൻ ലൈറ്റാണ്, പിന്നെ DRL-ഉം വരുന്നുണ്ട്. പക്ഷേ ഇതിൽ സാധാരണ ഒരു ഹെഡ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോജൻ ലൈറ്റ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു DRL-ഉം വരുന്നുണ്ട്. പിന്നെ ഈ വിൻഷീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ വിൻഷീൽഡാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ട് ലുക്ക്. പിന്നെ ഇതിൻ്റെ അലോയിയുടെ സൈസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് അലോയി വരുന്നത് 19 ഇഞ്ചാണ്, ബാക്ക് അലോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 ഇഞ്ച്. പിന്നെ അത് ഡ്യുവൽ ചാനൽ ABS ബ്രേക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് വണ്ടിയുടെ. പിന്നെ ഇതിൻ്റെ ഗ്രാബ് ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, വലിയ ഗ്രാബ് ഹാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ലഗേജുകളൊക്കെ മൗണ്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റാണ്. ഈ വണ്ടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 855 mm ഹൈറ്റാണ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഫൂട്ട് റെസ്റ്റ്, നമുക്ക് ഈ റബ്ബർ ഗ്രിപ്പ് എടുത്ത് മാറ്റാം. ഓഫ് റോഡിലൊക്കെ നല്ല പൊസിഷനിൽ തന്നെയാണ് ഈ ഫൂട്ട് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കയറി നോക്കാം. ഇതാ എൻ്റെ ഹൈറ്റ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ വരും. അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് റൈസ്ഡ് ഹാൻഡിൽ ബാറാണ്, വൈഡാണ്. അതേപോലെ തന്നെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിരിക്കും. വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. അത്യാവശ്യം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഈ പൊസിഷൻ തന്നെ നല്ല കംഫർട്ട്നെസ് തരുന്നുണ്ട്, ഒരു കോൺഫിഡൻസും കിട്ടും ഡ്രൈവ് ചെയ്യുമ്പോൾ. പിന്നെ ഓഫ് റോഡിങ്ങിൽ വേറൊരു കാര്യം ഈ വണ്ടിക്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡിങ്ങിൽ പോകുമ്പോൾ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ മോഡ് നമുക്ക് ഓണാക്കി ഇടാൻ പറ്റും. അങ്ങനെ ഓണാക്കുമ്പോൾ റിയർ ABS ഒക്കെ നമുക്ക് അൺലോക്ക് ആവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ വണ്ടിക്ക് അവൈലബിൾ ആണ്. പിന്നെ സീറ്റിൻ്റെ കംഫർട്ട്നെസ്, നല്ല കംഫർട്ട്നെസ് തന്നെയാണ് സീറ്റ്. പിന്നെ പില്ലിയൻ സീറ്റിനും നല്ല കംഫർട്ട്നെസ് ആണ്. സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ്. അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് നോക്കി, അതുകൊണ്ടാണ് നിങ്ങളോട് പറയണേ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. ഈ വണ്ടിക്ക് വരുന്ന റേറ്റ് 3 lakhs എബോവ് ആണ് ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും, ഉറപ്പാണ്. പിന്നെ ഇതിൻ്റെ ടയർ പറയുകയാണെങ്കിൽ MRF-ൻ്റെ ഡുവൽ പർപ്പസ് ടയറാണ് നമുക്ക് കമ്പനി സ്റ്റോക്കായിട്ട് തന്നിരിക്കുന്നത്. പിന്നെ ഈ വിൻഷീൽഡ് ഞാൻ പറയാൻ വിട്ടുപോയി, ചെറിയ സൈസാണ്, പക്ഷെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വളരെ ചെറുതാണ്. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.5 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് 400 കിലോമീറ്റേഴ്സ് ഈ ഒറ്റൊരു ഫുൾ ടാങ്കിൽ നമുക്ക് പോകാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്, 400 കിലോമീറ്റേഴ്സ്. പിന്നെ ഇതിൻ്റെ ക്രാഷ് ഗാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഇപ്പോൾ പോയാലും എഞ്ചിൻ്റെ സൈഡിലേക്ക് അങ്ങനെയൊന്നും ഡാമേജുകളൊന്നും പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു ഭാഗം എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്ക്രാച്ചസ് വരാം, അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ 2 ലെയർ ഗാർഡുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ടാങ്കിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം റൈഡർക്ക് ഒരു ഫ്രീഡം കൊടുക്കും, നല്ല ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഷേപ്പാണ് ഈ ടാങ്കിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ലൈറ്റ് ഫ്രെയിമുകളാണ്
അതുകൊണ്ട് തന്നെ നല്ല റൈഡർക്ക് നല്ലൊരു ബാലൻസിങ്ങും സ്റ്റിഫ്നെസ്സും കിട്ടും ഓടിക്കുമ്പോൾ തന്നെ. പിന്നെ എന്താ പറയുക, ഈ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡിങ്ങിന് തന്നെ ഒരു ബേസ് ചെയ്ത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്രെയിമുകളാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, റൈഡർക്ക് നല്ല കംഫർട്ട്നെസ് കൊടുക്കുന്ന ടൈപ്പ് ഡിസൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഏതൊരു ട്രാഫിക്കോടെയും നമ്മൾ ഈ നേക്കഡ് വണ്ടികൾ എടുത്തു കൊണ്ടുവന്ന പോലെ ഈ വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, ഒരു 6000 എബോ RPM ഈ വണ്ടി ഡ്രൈവിങ്ങിന് നല്ല പക്കയാണ്. പക്ഷേ അതിലും താഴേക്ക് വരുമ്പോൾ ഒരു ഡ്രൈവ് കിട്ടുന്നില്ല, മര്യാദയ്ക്ക് ഒരു കംഫർട്ട്നെസ് കിട്ടുന്നൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഈ ഗാർഡുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗാർഡുള്ളതുകൊണ്ട് നല്ല ക്വാളിറ്റി തന്നെയാണ്. വേറെ ഡാമേജസ് ഒന്നും കിറ്റിന് പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ 100-110 ഒരു റൈഡിൽ അതിഗംഭീര പെർഫോമൻസും അനായാസം ഏത് റോട്ടിൽ കൂടിയും സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ വണ്ടിയുടെ സസ്പെൻഷനെ പറ്റി പറഞ്ഞു, അത്യാവശ്യം നല്ല സസ്പെൻഷനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ് റോഡിങ്ങിൽ പറ്റില്ല, ഒരു ഓൺ റോഡിങ്ങിൽ ഓക്കെ സസ്പെൻഷൻ അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം തോന്നിയത് ഓവർടേക്കിംഗ് ആണ്. ഓവർടേക്കിങ്ങിൽ എന്താ പറയുക, ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു പല ഇടയിൽ അങ്ങനെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഈ വണ്ടി ഡ്രൈവ് ചെയ്തപ്പോൾ. പിന്നെ വിൻഡ് ഡിഫ്ലക്ഷൻ അത് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ പോരായ്മകൾ വണ്ടിയിൽ കണ്ടു. പിന്നെ ഹെഡ് ലൈറ്റ്, ഈ വണ്ടിക്ക് ഹാലോജൻ ലൈറ്റ് എന്ന് പറഞ്ഞു, LED അല്ല. ആ ഒരു കാര്യം അവർക്ക് LED ആക്കായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ വണ്ടിയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ചെറിയ രീതിയിലുള്ള പോരായ്മകൾ, അങ്ങനെ നമുക്ക് തോന്നിയുള്ളൂ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വേറെ വെറൈറ്റി വീഡിയോസായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്.